നമസ്കാരം. എല്ലാവർക്കും എക്സ്പോ സാൾട്ട് എനർജിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വീട്ടിൽ സോളാർ വെക്കാൻ ആലോചിക്കുമ്പോൾ ഏത് സിസ്റ്റം വെക്കണം. ഇപ്പോൾ ഒരു സാധാരണ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് പല സിസ്റ്റത്തെ പറ്റിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കസ്റ്റമറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് പാക്കേജാണ്, ഏത് സിസ്റ്റമാണ് എന്നുള്ളത് ആ കസ്റ്റമറിൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടും ആളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആർക്ക് എങ്ങനെ ഏത് സിസ്റ്റം വെച്ചാൽ ഗുണകരമാവും എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഒരു സോളാർ പ്ലാന്റ് വെക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ്, ഈ 3 സിസ്റ്റമാണ് വെക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഈ 3 എണ്ണത്തിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും, പിന്നെ അതിനകത്ത് കുറച്ച് ന്യൂനതകൾ ഉണ്ടാവും. അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ ഞാൻ മേൽപ്പറഞ്ഞ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്ന്, പിന്നെ അവർക്ക് എന്താണ് ആവശ്യം, എത്ര എനർജി വീട്ടിൽ എത്ര യൂണിറ്റ് കൺസപ്ഷൻ ഉണ്ട് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് കമ്പോണൻസ് വരുന്നത്, അപ്പോൾ അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യമുള്ളത്. ഒന്ന്, ചിലർക്ക് വീട്ടിൽ കറണ്ട് പോകാനേ പാടില്ല, അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ. ചിലർ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു 1000 രൂപ താഴെയുള്ള ഇലക്ട്രിസിറ്റി ബില്ല് 1000 രൂപ താഴെയുള്ളൂ. ആ ആൾക്ക് വലിയ സിസ്റ്റം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മഴക്കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിൽ കറണ്ട് പോകും. KCB-കാർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമുക്ക് കാലത്ത് ഓഫ് ചെയ്യും, പിന്നെ വൈകുന്നേരമാണ് സപ്ലൈ വരുള്ളൂ. പകൽ മുഴുവനും സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ചെറിയൊരു ഇൻവെർട്ടർ ഉണ്ടാവാം, ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻവെർട്ടർ ഉണ്ടാവാം. അതൊരു 1 കിലോ വാട്ടിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ ഒരു 150 AH ഒരു ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. പക്ഷേ നമ്മൾ പകൽ മുഴുവൻ വീട്ടിൽ സപ്പോസ് കറണ്ട് ഇല്ലെന്ന് വെച്ചോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിസ്റ്റം മതിയാവില്ല. ആ വീട്ടിൽ ചിലപ്പോൾ ഒരു പകൽ സമയത്ത് ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 3-4 ഫാന്, ഒരു 5-6 ട്യൂബ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ ഒരു ഫുൾ ഡേ സപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്നെ അത് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു പാനിൽ ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പകൽ സമയത്ത് നമുക്ക് KCB-യിലെ സപ്ലൈ ഇല്ലെങ്കിലും നമുക്ക് സോളാറിൽ നിന്നുള്ള എനർജി വെച്ചിട്ട് നമുക്ക് ബാറ്ററീനെ ചാർജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ചെറിയൊരു ന്യൂനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു 150 AH ബാറ്ററിയാന്ന് വെച്ചോ, അത് നമുക്ക് ചിലപ്പോൾ ഒരു 12 മണിയാകുമ്പോഴേക്കും 1 മണിയാകുമ്പോഴേക്കും ഫുള്ളി ചാർജ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. അതൊരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കണമായിരിക്കും. ആ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ബാറ്ററി ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് വേസ്റ്റായി പോവുകയാണ്. പക്ഷേ ആ ഒരു കസ്റ്റമറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ ആണ്. അത്യാവശ്യത്തിന് വീട്ടിൽ എപ്പോഴും വെട്ടവും ഒക്കെ വേണം, ഫാനൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ഈ കൂടുതൽ വൈദ്യുതി ചിലവുള്ളവർ, അതായത് നമുക്കിപ്പോൾ ഒരു 4000-5000 രൂപ കറണ്ട് ബില്ല് വന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കസ്റ്റമറിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആയിരിക്കും അഡ്വൈസബിൾ. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ വീട്ടിൽ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഒരു വിർച്വൽ ബാറ്ററി, അതായത് ഗ്രിഡിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള സപ്ലൈ നമുക്ക് കിട്ടുന്ന സപ്ലൈ ലൈനിലേക്ക് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വൈദ്യുതി പൊക്കോളും. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഒട്ടും ഇൻവോൾവ് അല്ല, ബാറ്ററി വരുന്നേ ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമുക്കൊരു 3 വർഷം 5 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ലിഥിയം ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. എന്ത് വന്നാലും ഒരു 8 വർഷത്തിൽ കൂടുതൽ ഒരു ബാറ്ററി നിൽക്കില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെൻസും കൂടെ നമ്മൾ കണക്ക് കൂട്ടണം. ഓക്കെ. ഇനി ഒരു 3 കിലോ വാട്ടിന് മേലെ, അതായത് ഒരു 5000 രൂപ ഒരു കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു 3 കിലോ വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള നമുക്ക് യൂണിറ്റ് കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ളത് നമുക്ക് ഗ്രിഡിലേക്ക് പോവുകയും ചെയ്യും. ആ ഗ്രിഡിലേക്ക് പോയിരുന്ന വൈദ്യുതി ഒരു നെറ്റ് മീറ്ററിംഗ് വഴി നമ്മൾ രേഖപ്പെടുത്തി അവസാനം നമുക്ക് KCB-യുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും. അത് വർഷത്തിലൊരിക്കൽ നമുക്ക് എക്സസ് വരുന്ന യൂണിറ്റിൻ്റെ പൈസ കണക്ക് കൂട്ടിയിട്ട് KCB നമുക്ക് തരുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് നമുക്കിപ്പോൾ ഗവൺമെന്റിന്റെ എല്ലാവിധ പ്രോത്സാഹനമുണ്ട്. നമുക്ക് 78,000 വരെ നമുക്ക് സബ്സിഡി കിട്ടും. അത് മാത്രമല്ല പിന്നെയും ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ ഒരു സ്കീം അനുസരിച്ചിട്ട് നാഷണലൈസ് ബാങ്കുകൾ 6.5% ഇൻട്രസ്റ്റിന് നമുക്ക് ലോണും കിട്ടും. അപ്പൊ ഈ ലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ വരുന്നതാണ്. ഒരു മാക്സിമം ഒരു കുറച്ച് സിബിൽ സ്കോർ നോക്കും, നമുക്ക് കൂടുതൽ ബാധ്യതയുള്ള ആളാണെന്ന് നോക്കും. അല്ലാതെ നമുക്ക് ഒരു ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ല, കോലാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ട് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മുതൽ മുടക്കും ഇല്ലാതെ നമുക്ക് ആ മാർജിൻ മണി മാത്രം മതി. അതായത് 2 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. 2 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. ആ 2 ലക്ഷത്തിൽ നമുക്ക് മാക്സിമം നമുക്ക് വരുന്നത് 10% മാർജിൻ മണിയാണ്. അതായത് 20,000 മാത്രം നമുക്ക് ചെലവുള്ളൂ, വേറെ ഒരു ചെലവില്ല. 20,000 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ ഈ ഓൺ ഗ്രിഡിന്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ഇത് വർക്ക് ചെയ്യില്ല. അത് മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വൈദ്യുതി ഇല്ലാത്ത അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. നമുക്ക് ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ KSEBയിൽ സപ്ലൈ ഇല്ലാത്തൊരു സമയമാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യില്ല. ഇപ്പൊ സപ്പോസ് ഇൻവെർട്ടർ വേറെ രീതിയിൽ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അവർ ഫ്യൂസ് കൂരിയിട്ടായിരിക്കും ഈ ലൈനിൽ പണിക്ക് വേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വലിയൊരു 10 കിലോ വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ട് 10 കിലോ വാട്ടിന്റെ എന്തെങ്കിലും ഒരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് വൈദ്യുതി KSEBയുടെ ലൈനിലേക്ക്, KSEBയുടെ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ അപകട സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വൈദ്യുതി ഇല്ല, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് KSEB ലൈൻ ഓഫ് ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യില്ല. അപ്പൊ അതൊരു ന്യൂനതയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ഓൺ ഗ്രിഡ് വെക്കാൻ ഒരു 3 കിലോ വാട്ടിന്റെ 5 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് വെക്കുന്ന കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ സാധാരണ ഒരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ടാവും, ഒരു ചെറിയൊരു ഇൻവെർട്ടർ ഉണ്ടാവും, അത്യാവശ്യത്തിന് നമുക്ക് ഫാന്, ലൈറ്റ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു സിസ്റ്റമാണ്. അതായത് ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം നടക്കും. നമുക്ക് ഗ്രിഡിലേക്ക് നമുക്ക് പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബാറ്ററി ബാക്കപ്പ്, ഒരു 5 കിലോ വാട്ടിന്റെ സിസ്റ്റമാണ് വെക്കണമെങ്കിൽ 5 കിലോ വാട്ട് ലോഡിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. വീട്ടിലെ ഉപയോഗവും ബാറ്ററി ചാർജിങ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഗ്രിഡിലേക്ക് വിടുകയും ചെയ്യും.